ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? ഇന്നൊരു സിമ്പിൾ സാലഡ് റെസിപ്പിയാണ്. തൈര് സാലഡാണ്. നമ്മൾ പൊട്ടാറ്റോവും തൈരും വെച്ചിട്ടുള്ള ഒരു അടിപൊളി, നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കുക. ഇനി പൊട്ടാറ്റോ ഉള്ളതുകൊണ്ട് തന്നെ അതന്നെ ഒരു മീലായിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ സാലഡ് റെസിപ്പിയാണ്. ശരിക്കും ഇതൊരു നേപ്പാളി ഡിഷാണ് കേട്ടോ. പേരൊന്നും കേട്ടിട്ട് ആരും ഞെട്ടണ്ട. ഇത് നേപ്പാളിൽ അവർ പറയുന്നത് ചുക്കോണി എന്നാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നിങ്ങൾക്ക് വീട്ടിലുള്ള ഞാനിപ്പോൾ പൊട്ടാറ്റോ ആണ് ചേർത്ത് ഏത് വെജിറ്റബിൾ വേണ്ടിയിട്ടും ചേർക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാം. 1 കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തൈരൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അങ്ങനെ ഒന്നും അടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട ഉണ്ടെങ്കിൽ ഒന്നൊന്ന് മിക്സി അത്ര മാത്രം മതിയേ. ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഒടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ആണ്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സോ അതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. 2 മീഡിയം സൈസാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഹെൽത്ത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന പോലാണെങ്കിൽ പൊട്ടാറ്റോന് പകരം പിന്നെ എന്തെടുക്കുക, സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് എടുക്കുക. അതേപോലെ അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ വഴുതിനല്ലേ ബ്രിഞ്ചോൽ, അത് ചേർക്കാം. അതാകുമ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണേ. പിന്നെ അതേപോലെ ചേന ഇതുപോലെ വേവിച്ചിട്ട് ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ പൊട്ടാറ്റോ ആണ് ഇപ്പം എന്നുള്ളത്, അതുകൊണ്ട് ഞാനിത് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇതാ ഒരു 1/2 സവാള, അതായത് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചിട്ടാണ് അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ചേർത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഫില്ലിങ് ആട്ടോ, കാരണം പൊട്ടാറ്റോ ഉണ്ടല്ലോ. അപ്പം തന്നെ നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഒരു എരിവുള്ള നല്ല എരിവുള്ള ഒരു 2 പച്ചമുളക്. പിന്നെ ഇതാ ഒരു ചുള വെളുത്തുള്ളി പൊടിയായിട്ടായിരുന്നു. അതേപോലെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടായിരുന്നു. അത് വേണേ ഇതുകൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. തൈരിനൊക്കെ ഉപ്പ് വേണമല്ലോ. പിന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഒന്ന് ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കുത്തിയെടുത്തുള്ളൂ. ഒന്ന് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിയുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ചിലപ്പോൾ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ പൊടിഞ്ഞു പോകാനുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് നമ്മൾ ചേർത്തതൊക്കെ എല്ലാ ഭാഗത്തും എടുത്തണേ. ഉപ്പ് പൊട്ടാറ്റോയിൽ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിടുകയാണെങ്കിൽ പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിനോട് കണക്കാക്കിയിട്ട് ഉപ്പിടുകയും വേണം. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. ഒരു ചെറിയ പരിപാടി കൂടി. ഇനി നമ്മൾ താളിക്കുന്നൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. വറവിടുന്ന പാത്രം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കും. നല്ല വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലിനൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണൊന്നും ഉലുവ ഇടരുത്, ഉലുവ ചോദിക്കും. എന്നിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു, മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യാൻ മാത്രമേ ചെയ്യിക്കാതെ. എന്നിട്ട് നമുക്ക് നമ്മുടെ സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ മണം എന്നറിയാമുള്ളൂ കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ടേസ്റ്റ് അപാരാണ്. ഇത് ഇനിയിപ്പോൾ നമുക്കിത് മാത്രം കഴിക്കുമെന്ന് വേണ്ട കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേണേ. ഏതെങ്കിലുമൊക്കെ പച്ചക്കറി നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ എപ്പോഴെങ്കിലുമൊക്കെ. ഞാൻ പറഞ്ഞ ഈ 4 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ. നമ്മുടെ നേപ്പാളി ചൂക്കോണി ഇവിടെ റെഡിയാണ്. ഒന്നുമില്ല അല്ലേ. ഇത് ചോറിൻ്റെ കൂടെ ഇതും നമ്മൾ സാധാരണ ഒരു ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ, വേറൊന്നും വേണമെന്നില്ല കേട്ടോ. സാധാ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിച്ചോളൂ.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.